പുസ്തകങ്ങളെ സംസാരിക്കുന്ന എന്റെ വാത്സല്യഭാചനങ്ങളെ, എന്നാണ് പ്രാർത്ഥനയുടെ ഉത്ഭവം. എന്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനം നിങ്ങൾ പഠിച്ചവരാണ്. പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനം നിങ്ങൾ പഠിച്ചവരാണ്. എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുകയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുകയും എന്റെ കൃപയും അഭിഷേകവും ഞാൻ നിങ്ങളിലേക്ക് വർഷിച്ചിരിക്കുന്നു. പ്രാർത്ഥനയിൽ വളരുവിൻ, നിങ്ങൾ പ്രാർത്ഥനയിൽ വളരുവിൻ. എന്നാൽ ഇതിനപ്പുറം നിങ്ങൾക്ക് കഷ്ടതയും സഹനങ്ങളും വേദനകളും ഉണ്ടാവും. എന്നാൽ മഹത്വമുണ്ട്. എന്റെ മഹത്വത്തിൽ പങ്കാളികളാണ് നിങ്ങൾ. സ്വീകരിക്കുവിൻ. ആമേൻ, ആമേൻ. ഈ പ്രവചനത്തിന്റെ പൂർത്തീകരണമായിട്ട് ഈ ഇടത് കണ്ണിന്റെ മൂന്ന് വേദന കർത്താവ് സൗഖ്യം കൊടുക്കുന്നു. ആമേൻ. Praise the Lord. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. ഒരു രോഗസൗഖ്യം പറഞ്ഞത് നിങ്ങൾ കേട്ടായിരുന്നു. ഇടത് കണ്ണിൻ്റെ മുകളിലായിട്ട് വേദന, അത് ആ വേദന സൗഖ്യപ്പെടുന്നു എന്ന് ഇപ്പോൾ പറഞ്ഞു. അത് പിന്നീട് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്കിപ്പോൾ നമ്മളിൽ വസിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ ആരാധിക്കാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പറ്റണവരൊക്കെ വീഡിയോയിൽ വാട്ടോ, പറ്റണവരൊക്കെ വീഡിയോയിൽ വരാം കേട്ടോ. അപ്പോൾ 2635 ഖണ്ഡികയാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 2635. ഞാനതൊന്ന് ഓടിച്ചു വായിക്കാൻ പോണേ. 2635 ഖണ്ഡികയാണ്. അത് ഞാനിങ്ങനെ ഓടിച്ചു വായിക്കാം. ആദ്യം ഒന്ന് റഫായിട്ടൊന്ന് വായിക്കാം. അബ്രഹത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ്. സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവിഷ്കരണമാണത്. മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു. എല്ലാവരും എടുത്തു? ഈ ഖണ്ഡിക എടുത്തായിരുന്നോ? ആരും വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ. 2635 ഖണ്ഡിക നിങ്ങൾ എടുത്തോ? നിങ്ങളത് അവിടെ എടുത്തോ ഇല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നേനെ കേട്ടോ. ചിലവരത് മനസ്സിലായില്ല, കിട്ടിയില്ല എന്ന് വിചാരിച്ച് എടുക്കാണ്ടിരിക്കരുത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2635 ഖണ്ഡിക ഇപ്പോൾ ഒന്ന് റഫായിട്ടൊന്ന് വായിച്ചതാണ്. ഇപ്പം ഇനി പറയാൻ പോണ ശ്രദ്ധിച്ചോ. ഇനി ശ്രദ്ധിക്കണേ. 2 കാലഘട്ടങ്ങളെയാണ് ഈ ഖണ്ഡികയിൽ കൊണ്ടുവന്നിരിക്കണേ. 2 കാലഘട്ടങ്ങൾ. ഏതൊക്കെയാണ് ആ 2 കാലഘട്ടങ്ങൾ?
നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ വായിച്ചപ്പോൾ? അബ്രഹാത്തിൻ്റെ കാലം മുതൽ, മനസ്സിലായോ? അത് ഏത് കാലഘട്ടമാണ്? പഴയ നിയമ കാലഘട്ടമാണ്, മനസ്സിലായോ? അതോടൊപ്പം തന്നെ അതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ സഭയുടെ യുഗത്തിലാകട്ടെ, മനസ്സിലായോ? സഭയുടെ യുഗത്തിലാകട്ടെ. സഭയുടെ യുഗം എന്ന് പറഞ്ഞാൽ എന്താ? സഭയുടെ യുഗം എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് എന്ത്? പുതിയ നിയമം അല്ലേ? അല്ലെങ്കിൽ മറ്റൊരു ഇതിലൂടെ പറയാനാണെങ്കിൽ പന്തക്കുസ്ത കഴിഞ്ഞതിന് ശേഷമുള്ള സഭയുടെ അവസ്ഥ, മനസ്സിലായോ? അല്ലേ, പന്തക്കുസ്ത കഴിഞ്ഞതിന് ശേഷമുള്ള സഭയുടെ അവസ്ഥ, അതാണ് സഭയുടെ യുഗം, മനസ്സിലായോ? ഞാൻ പറഞ്ഞു, ശ്രദ്ധിച്ചോ നിങ്ങൾ? 2635 ഖണ്ഡികയിൽ 2 കാലഘട്ടങ്ങളെ ഇവിടെ ഒരുമിപ്പിക്കുകയാണ് സഭയുടെ പ്രബോധനം, മനസ്സിലായോ? 2 കാലഘട്ടങ്ങളെ ഒരുമിപ്പിക്കുന്നു. ഏതൊക്കെയാണ് 2 കാലഘട്ടം? ഒറ്റ വാക്കി പറഞ്ഞാൽ പഴയ നിയമ കാലഘട്ടവും പുതിയ നിയമ കാലഘട്ടവും. പുതിയ നിയമ കാലഘട്ടം എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു കാതലായൊരു ഭാഗം എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് പന്തക്കുസ്തായ്ക്ക് ശേഷമുള്ള അവസ്ഥയും കൂടിയാണ് സഭയുടെ, മനസ്സിലായോ? പന്തക്കുസ്തായ്ക്ക് ശേഷമുള്ള അവസ്ഥ, അതാണ് സഭയുടെ യുഗത്തിലാകട്ടെ എന്ന് പറയുമ്പോൾ. അബ്രഹത്തിൻ്റെ കാലം മുതൽ, അത് പഴയ നിയമ കാലഘട്ടം, മനസ്സിലാവുന്നുണ്ടോ? അത് വലിയൊരു സംഭവമായി പോയല്ലേ? അങ്ങനെ ഞാൻ ഇത്ര നാളായിട്ട് അത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം ഇതിന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അത് കൂടുതൽ ശ്രദ്ധ പതിഞ്ഞത്. അബ്രഹത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന, അതായത് ദൈവത്തിൻ്റെ കരുണയോട് പൊരുത്തപ്പെട്ടിരിക്കുന്ന, ഈ സമരസപ്പെട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പൊരുത്തപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിനോട് യോജിച്ചിരിക്കുന്ന, അല്ലേ? അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ സമരസപ്പെട്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അതിനോട് ചേർന്നിരിക്കുന്ന, അല്ലേ? യോജിച്ചിരിക്കുന്ന അല്ലെങ്കിൽ പൊരുത്തപ്പെട്ടിരിക്കുന്ന എന്നൊക്കെ പറയും. അപ്പോൾ ആ ദൈവ കരുണയോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ് എന്ന് പറഞ്ഞാൽ സ്വന്തമാണെന്ന്, മനസ്സിലായോ? അതായത് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുണ നമ്മുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിലില്ലാതെ നമുക്ക് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ ആ കരുണ നമ്മുടെ ഉള്ളിൽ മീൻസ് നമ്മുടെ ആത്മാവിൽ നിറയുമ്പോഴാണ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു അഭിഷേകം നമ്മളിലുണ്ടാകുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാലേ എനിക്കിപ്പോൾ മനസ്സിൽ വന്നത്, ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് വരുന്നതാണ്. ഞങ്ങൾ മറ്റേ ഷാലോം ടിവിയുടെ അല്ലേ തോമസ് പോളിൻ്റെ ടോക്ക് ഇങ്ങനെ ചിലപ്പോൾ ഞങ്ങളവിടെ 4 ദിവസം ഒക്കെ ഇങ്ങനെ പോയി നിന്നിട്ട് അവിടെ ഷാലോം ടി വിക്ക് വേണ്ടിയിട്ട് തോമസ് പോളിൻ്റെ ടോക്കുകൾ റെക്കോർഡ് ചെയ്യാറുണ്ട് അവർ, ഷാലോം ടി വിക്ക് വേണ്ടി. അപ്പോൾ ആ പെരുവണ്ണാമൊഴിയോ അങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെ പേരെന്ന് എനിക്ക് തോന്നണേ, കോഴിക്കോട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ചു വന്ന വഴി ഏകദേശം ഒരു 2019 കാലഘട്ടോട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി വൈകിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. പക്ഷേ കുറേ കഴിഞ്ഞ് ഞാനപ്പോൾ ഉറങ്ങിപ്പോയി. പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ രാത്രി ഇരുട്ടാണ്, വഴിയിലൊക്കെ ലൈറ്റൊക്കെ കാണാം. അപ്പോൾ എനിക്ക് മനസ്സിലായി രാത്രി ആയി എന്ന് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണ് തുറന്ന് നോക്കണത് ഒരു ബിവറേജിലോട്ടാണ്. വഴിയിലൂടെ ഇങ്ങനെ വണ്ടി പോകണേണ്, ഞങ്ങളുടെ വണ്ടി പോവാണ്, റോഡാണ്. അപ്പം ഒരു ബിവറേജ്, വലതുവശത്തൊരു ബിവറേജിലേക്കാണ് എൻ്റെ കണ്ണ് പോണേ, മനസ്സിലാവുണ്ടോ? അപ്പോൾ ആ നോക്കിയപ്പോൾ അവിടെ ക്യൂ നിൽക്കുന്ന അല്ലേ യുവജനങ്ങളെയും അല്ലാത്തവരെയും ഒക്കെ ഞാൻ കാണുകയാണ്. ഇങ്ങനെ ക്യൂ നിൽക്കുന്നവർ മദ്യം മേടിക്കാൻ. അപ്പം അങ്ങനെ നിൽക്കണ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് പെട്ടെന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞു പെട്ടെന്ന്, മനസ്സിലായി? എൻ്റെ കണ്ണ് നിറഞ്ഞു പെട്ടെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞിങ്ങനെ വെള്ളം ഒഴുകി. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നീ എനിക്ക് തന്ന അനുഭവം ഇല്ലേ, നീ എങ്ങനെയാണോ എന്നെ ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിച്ചത്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതായത് നീ എനിക്ക് തന്ന അനുഭവം ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞതാ. എനിക്ക് നീ തന്ന അനുഭവം
ഇവർക്കും കൊടുക്കണേ, ഇവർക്ക് നൽകണേ എന്ന് പറഞ്ഞിട്ട് ആ ബിവറേജിൽ ക്യൂ നിൽക്കണ ആൾക്കാരെ നോക്കി ഞാനിങ്ങനെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? വെറും ഒരു കൂടിപ്പോയൊരു കാൽ മിനിറ്റ് അല്ലേ ആ ബിവറേജൊക്കെ അല്ലേ, അത്രയും സമയമുള്ളൂ. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായോ നിങ്ങൾക്ക്? വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്, മധ്യസ്ഥം വഹിക്കുക എന്നത്, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണയോട് സമരസപ്പെട്ടിരിക്കുന്ന, പൊരുത്തപ്പെട്ടിരിക്കുന്ന, ചേർന്നിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ്, സ്വന്തമാണ്. അതായത് അങ്ങനത്തെ ഒരു ഹൃദയത്തിന് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവരുടെ ആത്മാവ് രക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ പൊരുൾ. മനസ്സിലായോ? അപ്പോൾ ആ ഒരു കാര്യം ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വരികയായിരുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? അബ്രഹത്തിൻ്റെ കാലം മുതലേ ഈ ദൈവകരുണയുടെ ഹൃദയത്തിനുടമയാണ് അബ്രഹാം. അബ്രഹത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വന്തമാണ്. സ്വകീയമാണെന്ന് വെച്ചാൽ സ്വന്തമാണ്, അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവമാണ്. അങ്ങനത്തെ ആ ഹൃദയത്തിൻ്റെ സ്വഭാവമാണ് എന്ത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ ഉണ്ടാവണം, എന്നാലാണ്. മനസ്സിലായി? അപ്പോൾ ഈ കരുണ ആദ്യം നമ്മൾ എവിടെ കാണുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെ കാണണേ? ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ അല്ലേ? സോദോം ഗൊമോറോ എന്ന നഗരത്തെ നശിപ്പിക്കാനായിട്ട് കർത്താവ് തീരുമാനമെടുക്കുന്ന സമയം, ആ ഭാഗത്തെയാണ് ഇവിടെ മനസ്സിൽ വരുന്നത്. മനസ്സിലായോ? ഇവിടെ അത് കോട്ട് ചെയ്തിട്ടില്ല, ആ വചനം കോട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ആ ഭാഗം കോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ആ കാര്യമാണിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. എന്തെന്നാണ്? അപ്പോൾ മധ്യസ്ഥം വഹിക്കുകയാണ് ആര്? അബ്രഹാം. ഇങ്ങനെ കർത്താവ് ആ നഗരത്തെ നശിപ്പിക്കാൻ പോകണമെന്ന് അബ്രഹത്തിന് വെളിപ്പെടുത്തുകയാണ്. കർത്താവ് വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അബ്രഹാം പറയാനാണ്, അയ്യോ അത് നശിപ്പിക്കല്ലേ, അയ്യോ. അപ്പോൾ കർത്താവ് പറയുന്നത് എന്താണ്? അത് ഒരു രക്ഷയില്ല, വേറെ നിവൃത്തിയില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ ജനവും ആ നഗരം മുഴുവനും, ഇനി വേറെ രക്ഷയില്ല എന്ന് പറയുമ്പോൾ അബ്രഹാം വീണ്ടും പറയണതാണ് ദൈവകാരുണ്യത്തിൻ്റെ ഹൃദയം. മനസ്സിലായോ? ദൈവകരുണ നിറഞ്ഞ ഹൃദയത്തിന് അങ്ങനെ പറ്റുള്ളൂ. എന്ത് പറഞ്ഞു അബ്രഹാം? 50 പേരുണ്ടെങ്കിൽ നീ അത് നശിപ്പിക്കരുത്. മനസ്സിലായോ? 50 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കാണാം ഇല്ല, ഇപ്പം അത് എടുത്ത് വായിക്കണമെന്നില്ല, ഞാൻ പറഞ്ഞതാണ്. ആ ഭാഗമൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ? സോദോം ഗൊമോറയുടെ കാര്യങ്ങൾ ഞാൻ പറയണതിൻ്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? ദൈവകരുണയുടെ കരുണയോട് ബന്ധപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിനെ ഇങ്ങനെ പറ്റുള്ളൂ എന്ന്. അപ്പം അത് അബ്രഹത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ്. ഇപ്പം നിങ്ങൾക്ക് തോന്നും ഞാൻ ഏകദേശം ഒരു 6 പ്രാവശ്യമെങ്കിലും ഈ ഒരു സെൻറ്റൻസ് മാത്രം വായിച്ചു അല്ലേ? പഠിക്കണത് ഇങ്ങനെയാണ്. മനസ്സിലായോ? പഠനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ 6 ചിലപ്പോൾ 10 പ്രാവശ്യമൊക്കെ ഒരു കാര്യം വായിക്കണത്. ചിലപ്പോൾ നമുക്ക് 9 പ്രാവശ്യം നമ്മുടെ മനസ്സിൽ കയറൂല, ചിലപ്പോൾ ആ 10ാമത്തെ പ്രാവശ്യമായിരിക്കും നമ്മുടെ മനസ്സിൽ അത് കയറുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വായിക്കണത്. അങ്ങനെയൊക്കെ അങ്ങനെ പറഞ്ഞു പോയാലേ നമുക്ക് ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പിന്നെ പറയാണ്, പിന്നത്തെ സെൻറ്റൻസ് എന്താണ്? സഭയുടെ യുഗത്തിലാകട്ടെ. കണ്ടോ? 2ാമത്തെ കാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ്. പുതിയ നിയമ കാലഘട്ടം അല്ലെങ്കിൽ പന്തക്കുസ്തായിക്ക് ശേഷമുള്ള സഭയുടെ കാലഘട്ടത്തെ ഇവിടെ പ്രതിപാദിക്കുകയാണ്, പരാമർശിക്കുകയാണ്. സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം. കണ്ടോ? സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. കണ്ടോ? ഇതിപ്പോൾ ഈ വാക്കിനേക്കാൾ നമ്മളെങ്ങനെയാണ് എങ്ങനെ എങ്ങനെ ഇത് പറഞ്ഞു തരും? ഇതെങ്ങനെ നമ്മളിത് എക്സ്പ്ലനേഷൻ ചെയ്യണേ? എന്താ പറഞ്ഞത്? സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം
അല്ലെങ്കിൽ ക്രൈസ്തവ മാധ്യസ്ഥം അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള കണ്ടോ കാര്യം മാറി അവിടെ. നിങ്ങൾ ശ്രദ്ധിച്ചോ? കാര്യം മാറി അവിടെ. എന്തെന്നാണ്? ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. അപ്പം അത്രയും പവറാണ് നമ്മളുടെ ഓരോ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും. കണ്ടോ? ക്രിസ്തുവിൻ്റെ അതിനുദാഹരണമായിട്ട് സഭയുടെ യുഗത്തിലെന്ന് പറയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനങ്ങൾ മുഴുവനും ഈ സഭയുടെ യുഗത്തിലുള്ള സഭയുടെ ജീവിതമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മനസ്സിലായോ? സഭയുടെ ജീവിതം മുഴുവനുമാണ് അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ. അപ്പോൾ അവിടെ 3-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ മുടന്തന് സൗഖ്യം എന്ന് പറഞ്ഞിട്ടാണ്. മുടന്തന് സൗഖ്യം. ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഞാനത് മുഴുവൻ വായിക്കണില്ല. അതിൽ അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായം തുടങ്ങുന്നത് മുടന്തന് സൗഖ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൽ 3-ാം അധ്യായത്തിൽ ഞാൻ 6-ാമത്തെ വചനം വായിക്കാം. 6-ാമത്തെ വചനം മാത്രം ഞാൻ വായിക്കാനാണ്. മറ്റുള്ളതെല്ലാം നമുക്കറിയാമല്ലോ, എൻ്റെ പശ്ചാത്തലമൊക്കെ അറിയാമല്ലോ. എന്നിട്ട് പറയാണ്, പത്രോസ് പറഞ്ഞു, സ്വർണമോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. ഉണ്ടോ? നസ്രായനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. ഇതാണ് ക്രിസ്തീയ മാധ്യസ്ഥം. ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തം എന്ന് പറഞ്ഞത് മനസ്സിലായോ? പൊരുൾ മനസ്സിലാവുണ്ടോ? അതിൻ്റെ പോയിന്റ് മനസ്സിലാവുണ്ടോ? സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം. ഇത് സഭയുടെ യുഗത്തിലെ ക്രിസ്തീയ മാധ്യസ്ഥം അല്ലേ ഇത്? ഇപ്പോൾ പത്രോസും യോഹന്നാനും കൂടി ഈ സുന്ദര കവാടത്തിലിരിക്കുന്ന ഈ മുടന്തനെ നോക്കി പറഞ്ഞത്, സ്വർണവും വെള്ളിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങൾക്ക് ഒന്നുണ്ട്, അത് ഞങ്ങൾ നിനക്ക് തരാം എന്ന് പറഞ്ഞിട്ട് പറയാണ്, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാൻ. മനസ്സിലായി? അപ്പം ഇതാണ് ക്രൈസ്തവ മാധ്യസ്ഥം. അപ്പോൾ ആ ക്രൈസ്തവ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണെന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ചെയ്ത അതേ പ്രവർത്തികൾ അല്ലേ? ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നു. അപ്പോൾ ഈശോ എന്ത് പറഞ്ഞു വന്നിട്ട്? ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ഞാൻ ചെയ്തതും അതിനേക്കാൾ വലിയവയും ഉണ്ടോ, നിങ്ങൾ ഞാൻ ചെയ്തതും അതിനേക്കാൾ വലിയവയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒരു പോയിന്റ്. എന്ത്? ക്രൈസ്തവ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പോയിന്റ് കേട്ടോ. ക്രൈസ്തവ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. പങ്കാളിത്തം. അപ്പം അതിന് വലിയ വിലയാണുള്ളത്. വലിയ വില, നിസ്സാരമൊന്നുമല്ല. എനിക്കത് വായിച്ചിട്ട് മതിയാണില്ല. ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയട്ടെ. അതായത് സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം, അതായത് ക്രൈസ്തവ മാധ്യസ്ഥം, ക്രിസ്ത്യാനികളുടെ മധ്യസ്ഥ പ്രാർത്ഥന. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലായോ? സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്ത്യാനികളുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണെന്ന്. മനസ്സിലായോ? അതെന്താ? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ ഇല്ലേ? എന്നിട്ട് പറയാണ്, പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവിഷ്കരണമാണത്. കണ്ടോ? സഭയുടെ യുഗത്തിലാണ് പുണ്യവാന്മാരുടെ ഐക്യവും പുണ്യവാന്മാരുടെ ഐക്യവുമെല്ലാം സംജാതമായത്. മനസ്സിലായോ? പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ വെളിപ്പെടുത്തൽ, ആവിഷ്കരണം ആണത്. സഭയുടെ യുഗത്തിലാണ് അതൊക്കെ. സഭയുടെ യുഗത്തിലാകട്ടെ എന്ന്. മനസ്സിലായോ? എന്നിട്ട് പറയാണ്, മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു. അപ്പോൾ 115 ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നമ്പറിൽ 2-3 വചനങ്ങൾ അവിടെ കോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ വചനങ്ങൾ ഞാനതൊന്ന് വായിക്കാൻ പോവാണ്. നിങ്ങൾ ബൈബിൾ എടുത്തോട്ടോ.
എന്താണ് ആദ്യം അല്ലേ ഫുട് നോട്ട് നോക്ക്, CCCയുടെ ഫുട് നോട്ട് അല്ലേ, ഈ 2635 ഖണ്ഡിക തീരുമ്പോൾ 115 ഇട്ടേക്കണുണ്ടോ ആ സെൻറ്റൻസ് അവസാനിക്കുന്നിടത്ത്, ആ പാരഗ്രാഫ് അല്ലേ, ആ ഖണ്ഡിക അല്ലെങ്കിൽ ആ പാരഗ്രാഫ് അവസാനിക്കുന്നിടത്ത് 115 എന്നൊരു ചെറിയൊരു അക്കം ഇട്ടിട്ടുണ്ട്, ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുട് നോട്ട് നോക്കിയേ, ഫുട് നോട്ടിൽ 115 നമ്പർ കണ്ടുപിടിക്കണം. 109, 110, 111, 112, 110 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 115 നമ്പറിൽ ഈ വചനക്കോട്ടുകൾ, അതാണ് നമുക്ക് എടുക്കേണ്ട വചനക്കോട്ടുകൾ. മനസ്സിലായോ? ഫിലിപ്പിയർ 2:4, ഫിലിപ്പിയർ 2:4. അപ്പോൾ അതൊന്ന് ഞാൻ വായിക്കാൻ പോകണമാണ്. ഫിലിപ്പിയർ 2:4. അപ്പോൾ അതൊന്ന് വായിക്കട്ടെ. അപ്പോൾ ഇത് വളരെ വിശ്വപ്രസിദ്ധമായ ഒരു വചനഭാഗമാണിത്. തന്നെ അല്ലേ, ഞാൻ ഒന്നാമത്തെ വചനം മുതൽ വായിക്കാം. അതായത് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 1 മുതൽ, ഇവിടെ 4 മാത്രമേ എഴുതിയിട്ടുള്ളൂ, 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം. പക്ഷെ ഞാൻ 1 മുതൽ വായിക്കണം. ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. മാത്സര്യമോ വ്യർത്ഥാഭിമാനം മൂലമോ നിങ്ങൾ ഒന്നും ചെയ്യരുത്. മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. എന്നിട്ട് അടുത്ത 2 വചനവും കൂടി ഒന്ന് വായിക്കട്ടെ. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, 5-ാമത്തെ വചനമാണത്. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, ഏത് മനോഭാവമാണ്? ഇതിൻ്റെ ഹെഡ്ലൈൻ എന്താണെന്നറിയോ? ബൈബിളിൽ നോക്കിയേ, ഇതിൻ്റെ ഹെഡ്ലൈൻ എന്താ? തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. നമുക്ക് അതാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്. നമ്മളെ കൊണ്ട് പറ്റാത്തത് എന്താണ്? നമുക്ക് നമുക്ക് നമ്മളെ ചെറുതാക്കാൻ പറ്റില്ല. അത്രത്തോളം നമ്മൾ വളർന്നിട്ടില്ല. നമ്മളെ തന്നെ ചെറുതാക്കുക, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതാവുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. മനസ്സിലായി? ഞാൻ എൻ്റെ കാര്യമുണ്ടോ പറയണേ ഉണ്ടോ? യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം, അതാണ് തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു. അപ്പോൾ ഏതാണ് ആ മനോഭാവം? അതാണ് 6-ാമത്തെ വചനത്തിൽ പറയുന്നത്. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ചു. ഇതാണ് യേശുക്രിസ്തുവിനുണ്ടായ ഈ മനോഭാവം. മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. അത് മതി, അത്രയും മതി. നമുക്ക് 2-ാം അധ്യായത്തിൽ 4-ാമത്തെ വചനം മാത്രമേ ഉള്ളൂ കോട്ട്. പക്ഷെ ഞാനതിൻ്റെ അല്ലേ, അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. മധ്യസ്ഥം വഹിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി പരിഗണിക്കണം എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെ ഈ മനോഭാവം നമുക്കില്ലാതെ നമുക്ക് മറ്റുള്ളവരുടെ കാര്യം പരിഗണിക്കാൻ പറ്റുമോ? മനസ്സിലായോ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പസ്തോല പ്രവർത്തനം 7:60. അപ്പസ്തോല പ്രവർത്തനം 7-ാം അധ്യായം 60-ാമത്തെ വചനം. അത് സ്തെഫാനോസിൻ്റെ ഇതാണോ? സ്തെഫാനോസിനെ എൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ 7:60. അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു, കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത്. ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു. അതെന്തിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഈ വചനം വായിച്ചതെന്നറിയോ? തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു എന്നുള്ളത് CCC അത് പറഞ്ഞുകൊണ്ടാണ് ഈ ഖണ്ഡിക അവസാനിക്കുന്നത്. എന്തെന്നാണ്? തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അത് അവസാനിക്കുന്നു, നിലവരെ അതെത്തുന്നു. സോറി കേട്ടോ, അവസാനിക്കുന്നു എന്നല്ല, നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താണ് കൊടുത്തേക്കണേ? ലൂക്ക LK എന്നിട്ടേക്കണുണ്ടോ? അത് പുതിയ ആൾക്കാർക്ക് വേണ്ടി പറയാനുണ്ടോ? LK എന്നൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ? LK എന്നിട്ടേക്കണം. LK എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമാണ്. അതിൻ്റെ ഫുൾ ഫോം
LK എന്ന് പറഞ്ഞാൽ ലൂക്ക എന്നർത്ഥം, ലൂക്കായുടെ സുവിശേഷം എന്നർത്ഥം. ആക്ട് അല്ലേ, ബാക്കിയൊക്കെ പെട്ടെന്ന് മനസ്സിലാകുമായിരിക്കും. LK എന്ന് ഇടുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പോൾ LK എന്നുള്ളത് ലൂക്ക എന്നതിൻ്റെ ആ സംക്ഷിപ്ത അല്ലേ ചെറിയൊരു ചുരുക്കത്തിൽ എഴുതിയിരിക്കുകയാണ് LK. അപ്പോൾ അതിൽ 23-ാം അധ്യായത്തിൽ 28-34 വചനങ്ങൾ. അപ്പോൾ അത് ഞാൻ വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ 28-ാമത്തെ വചനം വായിക്കാം. ഇപ്പോൾ 28-ാമത്തെ വചനം എന്താണ്? അവരുടെ നേരെ തിരിഞ്ഞ് യേശു പറഞ്ഞു, ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. കരയുവിൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. എന്നെ പ്രതി നിങ്ങൾ കരയണ്ട, നിങ്ങളെ പ്രതിയും നിങ്ങളുടെ മക്കളെ പ്രതിയും നിങ്ങൾ കരയും എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥം എന്താ? കരയാൻ പറഞ്ഞതിൻ്റെ മറ്റൊരർത്ഥം എന്താ? പ്രാർത്ഥിക്കും അവർക്ക് വേണ്ടി. എന്നെക്കുറിച്ച് നിങ്ങൾ ഓർക്കണ്ട എന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ 34-ാമത്തെ വചനം യേശു പറഞ്ഞു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു. അപ്പം ഇതെല്ലാം സുവിശേഷ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി. എന്തെന്ന് മനസ്സിലായി? ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മെ അല്ലെങ്കിൽ നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വചനക്കോട്ടുകളെല്ലാം നമ്മൾ വായിച്ചു. ഇനി ഈ വചനം നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് മാംസമായത്? നമ്മുടെ ജീവിതത്തിലെ എവിടെയാ മാംസമായേക്കണേ? നമുക്ക് പറയാൻ പറ്റുമോ ആധികാരികമായിട്ട്? എന്ത് പറയാൻ പറ്റുമെന്ന്? നമ്മെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഉടനെ പറയാൻ പോണത് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അതുമാത്രമല്ല, അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നൊരു കാര്യം പറയാൻ പോണേണ് ഇപ്പോൾ. അതായത് ഇത് റെക്കോർഡിങ്ങും ആണ്, പക്ഷേ കുഴപ്പമില്ല. ഞാനത് ഒരു പെട്ടെന്ന് ആ കാര്യം മാത്രം പറയാം. അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ പിടിച്ച്, ഞാൻ ചെയ്യാത്ത കേസ്, ഞാൻ അതിൻ്റെ വിവരണമൊന്നും ഒരുപാട് തരുന്നില്ല കേട്ടോ, എന്നെ പിടിച്ച് ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാധനം എൻ്റെ അടുത്തുനിന്ന് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് വെച്ച് FIR എഴുതി എന്ത് ചെയ്തു? കേസാക്കി എന്നെ ജയിലിലടച്ചു. ചെയ്യാത്ത തെറ്റിന്. മനസ്സിലാവുണ്ടോ? ഞാനത് എൻ്റെ കയ്യിൽ നിന്നല്ല അത് അവർ പിടിച്ചേക്കണത്. അത് സ്റ്റേഷനിലിരുന്ന സാധനം എടുത്ത് അതിന് ഭാഷയൊക്കെ തരാം. ഞാനത് ഒരുപാട് ഇതിന് എക്സ്പ്ലനേഷൻ തരുന്നില്ല, അതിനെ വിവരിക്കുന്നൊന്നുമില്ല. കാര്യം ഇത്ര മനസ്സിലായല്ലോ. ചെയ്യാത്ത തെറ്റിന് എന്നെ പിടിച്ചിട്ട് അത് എന്നിൽ നിന്ന് ആണ് കിട്ടിയതെന്ന് പറഞ്ഞ് FIR ഉണ്ടാക്കി. അതായത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അത് ഉണ്ടാക്കി എന്നെ കോടതിയിൽ ഹാജരാക്കി ജയിലിലടച്ചു, എറണാകുളം സബ് ജയിലിലടച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതിപ്പോൾ ഇപ്പോഴത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇതൊന്നും വലിയ പുത്തിരിയല്ല അല്ലേ, വലിയ ഇതുള്ള കാര്യമല്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ സംഭവിച്ചത് എൻ്റെ വാരിയൽ ഇടിച്ചപ്പോൾ ആ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചപ്പോൾ വാരിയൽ ഒടിഞ്ഞു പോയി. അറിയോ? വാരിയൽ ഒടിഞ്ഞു പോയാലുള്ള പ്രത്യേകത എന്താ? പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഈ എല്ലുകൾ തമ്മിൽ ഉരസണത് നമുക്ക് കറക്റ്റായിട്ട് ശരീരത്തിൽ ഫീൽ ചെയ്യും. അത് ഒടിഞ്ഞവർക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത്. ഒടിയാത്തവരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യവുമില്ല. മനസ്സിലായി? നമ്മുടെ മറ്റു ഭാഗങ്ങൾ, എല്ലിൻ്റെ മറ്റു ഭാഗങ്ങൾ ഒടിയണ പോലെയല്ല. ഷോൾഡർ എല്ലും വാരിയെല്ലും ഒടിഞ്ഞാൽ ഇത് രണ്ടും എൻ്റെ ഒടിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല. ഓട്ടോമാറ്റിക്കലി ആവുള്ളൂ. 6 മാസം റെസ്റ്റ്, അല്ലെങ്കിൽ 3 മാസം റെസ്റ്റ്, 6 മാസം അങ്ങനെ റെസ്റ്റ്, ബെഡ് റെസ്റ്റാണ്. അങ്ങനെ അങ്ങനെ ആവുള്ളൂ. മനസ്സിലായോ? അല്ലാതെ അവിടെ പ്ലാസ്റ്റർ ഇടാൻ പറ്റില്ല. നമുക്ക് കയ്യോ കാലോ ഒടിയണ പോലെയല്ല. അപ്പം അതുകൊണ്ട് തന്നെ 3 മാസം ഒരു ഭയങ്കര വേദനയാണത്. നമുക്ക് നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ശ്വാസം വലിച്ച് വിടണ്ടേ? ഇങ്ങനെ വിടണ്ടേ?
ശ്വാസം എടുക്കണ്ടേ, അല്ലേ മരിച്ചു പോവില്ലേ. അപ്പം അതെടുക്കുമ്പോൾ ഈ എല്ലാമാണ് കൂട്ടിമുട്ടണത്. മനസ്സിലായോ? ഞാൻ അതിനൊക്കെ ഇത്രയും വിവരിച്ചത് അത് ഭയങ്കര. അപ്പം അത് ഒരാളുടെ സഹായം ഇല്ലാതെ വീട്ടിൽ മനസ്സിലായി, വീട്ടിലാണെങ്കിൽ പോലും ഭയങ്കര അവസ്ഥയാണത്. അപ്പോൾ പിന്നെ ഒരു സഹായമില്ലാതെ നമ്മൾ ജയിലിൽ കിടക്കുമ്പോഴോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അങ്ങനെ 2 മാസത്തോളം ഞാൻ ആ ജയിലിൽ കിടന്നു. എന്നിട്ടുണ്ടായ സംഭവം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് അതിൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് വെച്ചാൽ, ഈ ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് ഞാൻ കോടതിയിൽ പറയേണ്ടി വന്നു, എന്നെ വെറുതെ വിടാൻ. ഈ ചെയ്യാത്ത തെറ്റ് ഞാൻ ചെയ്തു എന്ന് കോടതിയിൽ സമ്മതിച്ചു, ഞാൻ ചെയ്തതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ 2 മാസത്തെ ശിക്ഷ കഴിച്ചിട്ട് വിടാൻ സാധിക്കും, സമ്മതിച്ചില്ലെങ്കിൽ അത് കേസായിട്ട് മുന്നോട്ട് പോകും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കേസായിട്ട് ഇനി മുന്നോട്ട് പോകാനോ അത്ര നാളും കിടക്കാനും പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ആകട്ടെ വിടോലോ. അപ്പോൾ ആ കേസ് ചെയ്തു എന്ന് പറഞ്ഞ് സമ്മതിക്കണേണ്. മനസ്സിലാവുണ്ടോ? കേസ് ഉണ്ടായതൊന്നുമല്ല ഏറ്റവും വലിയ വിഷയം. ഇവിടെ എന്താണ്? അത് ചെയ്തു എന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കുകയാണ് ഇപ്പോൾ ഇവിടെ. അതാണ് ക്ലൈമാക്സ്. മനസ്സിലാവുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് മറ്റൊരു ക്ലൈമാക്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാൻ ഈ ദൈവാനുഭവത്തിലോട്ടൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ എറണാകുളം കച്ചേരിപ്പടി ജംഗ്ഷനിൽ വെച്ച് കാണാനിടയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ചു നിർത്തിയിട്ട് അപ്പം മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മുഖത്തിനൊക്കെ ഭയങ്കര മാറ്റമാണ്, ഞാൻ അന്ന് നിന്നെ പിടിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ ഞാനിപ്പോൾ ഇങ്ങനെ ദൈവാനുഭവത്തിൽ വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി ഞാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ ഇദ്ദേഹം ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ വഴിവക്കിൽ കിടന്നേ മരിക്കുകയുള്ളൂ. ഞാൻ അതിൻ്റെ യഥാർത്ഥ ഭാഷ ഉപയോഗിക്കുന്നില്ല ഇവിടെ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷയാണെന്ന്. വഴിവക്കിൽ കിടന്നേ നീ മരിക്കോളൂ. അത് കണ്ടവരുടെ ഇത് അല്ലേ, മറ്റുള്ളവർ നിന്നെ കൊല്ലും, അതാണ് നമ്മുടെ കയ്യിലിരിപ്പ്, അങ്ങനെ മരിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം ഇപ്പം എന്നെ കണ്ടപ്പോൾ അപ്പോൾ ഇങ്ങനെ പറയാൻ തുടങ്ങി, ഇപ്പോൾ നിൻ്റെ മുഖം വളരെ പ്രസന്നമാണ്, നിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം നീ നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ എൻ്റെ ദൈവാനുഭവത്തിലേക്ക് വന്നത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അപ്പോൾ കുറച്ച് ഏറെ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം പുള്ളി ഇങ്ങനെ പറയാൻ തുടങ്ങി കേട്ടോ. ശ്രദ്ധിക്കണേ, പുള്ളി ഇങ്ങനെ പറയാൻ തുടങ്ങി, ഞാൻ 25 വർഷക്കാലമായി ഈ സർവീസിൽ ഇരിക്കണു. എൻ്റെ ജീവിതം ഈ സർവീസ് കാലഘട്ടത്തിൽ ഞാൻ ഒരാളെ കള്ളക്കേസിൽ കൊടുക്കുകയോ ഒരാളെ തല്ലുകയോ ചെയ്തിട്ടില്ല. പക്ഷെ നിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തു പോയി, അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം സോറി പറയുന്നില്ല, പക്ഷേ ഡയറക്റ്റായിട്ട് അദ്ദേഹം ക്ഷമിക്കണമെന്ന് പറയുന്നില്ല, പക്ഷെ ഇൻഡയറക്റ്റായിട്ട് അദ്ദേഹം ക്ഷമിക്കണമെന്ന് പറയണ എൻ്റെ ഒരു ഭാഗമല്ലേ ഇത്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വയ്ക്കുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മുഖത്തിങ്ങനെ നോക്കി ഇങ്ങനെ നിന്നു. അപ്പോൾ നിന്നിട്ട് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ, അതായത് അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സാറേ, സാറ് കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ചെയ്തത്, സാറ് കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയോട് ചെയ്തത് കണ്ണൻ ഒരിക്കലും ക്ഷമിക്കാൻ പറ്റുന്നതല്ല. മനസ്സിലായോ? അതൊരു മനുഷ്യന് ക്ഷമിക്കാൻ പറ്റില്ല. അപ്പം ഇത് പറഞ്ഞപ്പോൾ അത്ര നേരം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖഭാവം, അദ്ദേഹത്തിൻ്റെ ഈ കഴുത്തിൻ്റെ ഇവിടേക്കുള്ള ഞരമ്പുകളൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകാൻ തുടങ്ങി. കാരണം അദ്ദേഹം വളരെ ശാന്തമായി വളരെ സന്തോഷത്തോടു കൂടി ഇൻഡയറക്റ്റായിട്ട് ഒരു ക്ഷമാപണം യാചിച്ചതാണ്. പക്ഷെ അതിനെ ഞാൻ തിരസ്കരിക്കുകയാണ് ഇവിടെ. മനസ്സിലായോ? കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യത്തെ ക്ഷമിക്കാൻ പറ്റില്ല. അതുപോലത്തെ കാര്യമാണ് നിങ്ങൾ എൻ്റെ അടുത്ത് ചെയ്തത്. അപ്പം ഇത് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി, മുഖമൊക്കെ വരിഞ്ഞു മുറുകി. അപ്പം ഞാനിതും ശ്രദ്ധിച്ചോണ്ട് അപ്പം ഞാൻ എന്നിട്ട് ഉടനെ പറഞ്ഞു, ഞാൻ എന്ത് പറഞ്ഞു, അടുത്ത വാക്കുകൾ ഞാനിങ്ങനെ പതുക്കെ മന്ത്രിച്ചു, എന്നാൽ കണ്ണനിലുള്ള ക്രിസ്തു വഴി
ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇതെല്ലാം ക്ഷമിച്ച് കഴിഞ്ഞിരിക്കണു. എനിക്ക് സാറിനോട് സന്തോഷം തന്നെയാണ്. അതിൽ സാറൊരു ദുഃഖവും വിചാരിക്കേണ്ട. എനിക്കും ദുഃഖമില്ല. അത് ദൈവം നന്മയാക്കി മാറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹം മദ്യപിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ അദ്ദേഹം ആ മദ്യപാനം നിർത്താൻ വേണ്ടി മറ്റൊരു ക്രൈസ്തവ അല്ലേ നമ്മുടെ യാക്കോബായ ആ ഒരു അച്ഛൻ്റെ കീഴിലുള്ള ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടായ്മയിൽ വന്നിട്ടൊന്ന് നിൻ്റെ ഈ സാക്ഷ്യം പറയാമോ? അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അല്ലെ അന്ന് അച്ഛനുണ്ടായിരുന്നു, അഡ്വക്കേറ്റുമാരുണ്ടായിരുന്നു, 10-25 പേരുണ്ടായിരുന്നു അവരുടെ ഫാമിലിയൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പോയി ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഈ എന്നോട് പറഞ്ഞ ഈ അതേ കാര്യം തന്നെ അദ്ദേഹം അവിടെയും ഏറ്റു പറഞ്ഞു. മനസ്സിലായി? അപ്പോൾ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമല്ലേ. ഒരാൾ ചെയ്ത തെറ്റി അത് ഏറ്റു പറയുക എന്നുള്ളത് ഒരു മനുഷ്യന് പറ്റാത്തൊരു കാര്യമാണ്. മനസ്സിലായോ? ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു ചെയ്ത തെറ്റില്ലേ അത് ഏറ്റു പറയുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഏറ്റു പറയണത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ്. മനസ്സിലായോ? പേടിച്ചിട്ട് പറയും, അത് മനുഷ്യ സഹജമാണ്. അതങ്ങനെയല്ല. മനസ്സിലായോ? അപ്പം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായോ? അതായത് തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു. ഇന്ന് നമ്മുടെ വചനമാംസമായി എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ അദ്ദേഹം ഉണ്ട്. മനസ്സിലായോ? ആ പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്തതല്ല, അദ്ദേഹം പറഞ്ഞിട്ട് ആഡ് ചെയ്തതാണ് അദ്ദേഹത്തെ. മനസ്സിലായോ? അദ്ദേഹം ഒരു ഹിന്ദുവാണ്. അദ്ദേഹം മാമോദീസൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു എന്നുള്ളത്. അപ്പോൾ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, സ്തെഫാനോസ് പ്രാർത്ഥിച്ചതൊക്കെ നമ്മൾ വായിച്ചു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ ഞാനങ്ങനെ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് ഇനി മറ്റൊരു ചോദ്യം. അതാണ് ഈ വചനങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാംസമായത് എപ്പോഴാണ്? ഈ വചനങ്ങളൊക്കെ ഇല്ലേ, ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവനും എടുക്കണ്ട, മുഴുവൻ എടുക്കാൻ പറ്റുമില്ല. എന്തൊക്കെയായാലും എന്തെങ്കിലും ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ മാംസമായത് എപ്പോഴാണ്? അങ്ങനെ പറയാൻ പറ്റണുണ്ടോ നമുക്ക്? മനസ്സിലായോ? അപ്പോൾ ഇപ്പം ഈ വചനത്തെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റും. ഈ വചനത്തെ അടിസ്ഥാനമാക്കി ആധാരമാക്കി ഞാൻ പറയുന്നു, ഞാൻ ഈ വചനം എൻ്റെ ജീവിതത്തിൽ മാംസമായി എന്നുള്ളത്. മനസ്സിലായോ? എന്ന് കരുതി ഞാനിപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾ തന്നെയാണ്. ഞാനിപ്പോഴും ദേഷ്യപ്പെടാറുണ്ട്. എൻ്റെ ഭാര്യയുടെ അടുത്തും മോൻ്റെ അടുത്തൊക്കെ ഞാൻ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ആ ദേഷ്യ സ്വഭാവം എന്നിൽ നിന്ന് വിട്ടുമാറിയിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ അനുദിനം പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് മാറുന്നില്ല. കുറയുന്നുണ്ട്, കുറവ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ വചനം മാംസമാവുക എന്നൊരു പോയിന്റ് കൂടിയാണ് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. ഞാനൊന്നും കൂടി ആ ഖണ്ഡിക വായിക്കട്ടെ. അബ്രാഹത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക. കണ്ടോ? അബ്രാഹത്തിൻ്റെ കാലം മുതൽ മധ്യസ്ഥം വഹിക്കുക, വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകരുണയോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ്. അതായത് അങ്ങനത്തെ ഒരു ഹൃദയത്തിന് സ്വന്തമാണ് എന്ത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ള സ്വഭാവം. ദൈവകരുണ നിറഞ്ഞ ഹൃദയത്തിനാണ് സ്വന്തം. വേറൊരു ഹൃദയത്തിനും അത് സ്വന്തമാക്കാൻ പറ്റില്ല. സഭയുടെ യുഗത്തിലാകട്ടെ, അതായത് പന്തക്കുസ്തയ്ക്ക് ശേഷമുള്ള സഭയുടെ അവസ്ഥയിലാകട്ടെ, പുതിയ നിയമകാലഘട്ടത്തിലാകട്ടെ, ക്രിസ്തീയ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ്. കാരണം പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റില്ല. അതാണ് മറ്റൊരു കാര്യം. പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവിഷ്കരണമാണത്. മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താല്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു. തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അതെത്തുന്നു.
അപ്പം ഞാൻ എൻ്റെ ഈ ഒറ്റൊരു സാക്ഷ്യം മാത്രമേ അതിൽ പറഞ്ഞുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. പക്ഷേ അതിൻ്റെ സൈഡ് കണ്ണിക കണ്ടോ, 2571 2571 എടുത്തേ. 2571 2577 ഉണ്ട്. അപ്പോൾ 2571 ആദ്യം എടുക്കുക. ആ ഗണ്ണികയൊക്കെ എടുക്കാനറിയോ പുതിയ ആൾക്കാർക്ക്? 2571 അറിയില്ലെങ്കിൽ ഒന്ന് ചോദിക്കണം കേട്ടോ. 2571 കേട്ടോ. 600 അല്ല, 2571. അപ്പോൾ ബേക്കിലേക്ക് മറിക്കണം. ബേക്കിലേക്ക് അല്ലേ, ബേക്കിലേക്ക്. നമ്മിപ്പോൾ 2635 അപ്പോൾ 2571 വരണം. എടുത്തോ, എല്ലാവരും എടുത്തോ, വായിക്കട്ടെ. ഈ വീഡിയോയിൽ ഇല്ലാത്തവരും കേൾക്കണുണ്ടോ ഇതൊക്കെ? അല്ലെങ്കിൽ ഞാനിതിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? 2 3 4 5 പേരെടുത്ത് കേൾക്കുന്നുണ്ടോ? നിങ്ങളൊരു ഇങ്ങനെ ഇത് അല്ലേ, ഒരടയാളം തന്നേ. സംസാരിക്കണമെന്നില്ല, ഇനി സംസാരിക്കാൻ വല്ല മടിയുണ്ടെങ്കിൽ സംസാരിക്കണമെന്നില്ല. നിങ്ങളൊരു അടയാളം തന്നേ. ജ്യോതി അടയാളം തന്നു. പിന്നെ ആരാ? വേറെ ആരും മിണ്ടണില്ല. റോസ്, ജൂഡ്സൺ. ഓക്കെ. ബാക്കി ആരുടെയും കണ്ടില്ല. ഓക്കെ, ഞാനിതെല്ലാം കഴിയുമ്പോൾ ചോദിക്കും. അപ്പോഴാണ് 2571 കേട്ടോ. ഇനി 2571 ഗണ്ണിക വായിക്കണേ. പൂർവ്വപിതാവ് കണ്ടോ. പൂർവ്വപിതാവ് ആരാണ്? അബ്രഹാം. പൂർവ്വപിതാവ് ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും. ശ്രദ്ധിക്കണം കേട്ടോ, അവിടുത്തെ സന്നിധിയിൽ നടക്കണേ. എങ്ങനെ നടക്കാൻ പറ്റും? ആർക്കെങ്കിലും ഉത്തരം ഒന്ന് പറഞ്ഞേ. എങ്ങനെ അവിടുത്തെ അല്ലേ? പൂർവ്വപിതാവ് ദൈവത്തിൽ വിശ്വസിക്കുകയും. പഴയ ആൾക്കാർ പറയരുത്. പഴയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചിലപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം. പുതിയ ആൾക്കാരെങ്കിലും പറഞ്ഞേ ഒന്ന്. എന്താണ്? പൂർവ്വപിതാവ് ദൈവത്തിൽ വിശ്വസിക്കുക, അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും. കണ്ടോ, അവിടുത്തെ സന്നിധിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആഴത്തിലുള്ളൊരു വാക്കുണ്ട്. പറയട്ടെ. അവിടുത്തെ സന്നിധിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്നിൽ ജീവിക്കുക. എന്താണ് അവിടുത്തെ സന്നിധിയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ? അവിടുന്നിൽ ജീവിക്കുക, അവിടുത്തോടൊത്ത് ജീവിക്കുക. അല്ലേ, ദൈവത്തോടൊത്ത് ജീവിക്കുന്നതിനെയാണ് അവിടുത്തെ സന്നിധിയിൽ നടക്കുക എന്ന് പറയുന്നത്. നടക്കുക എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ പെട്ടെന്ന് നമുക്കതത്ര ലഘുവായിട്ട് തോന്നി. ശരിയല്ലേ? ഒരു ലഘൂകരിച്ചുള്ളൊരവസ്ഥ നമുക്ക് മനസ്സിലായേക്കാം ഒരു പക്ഷേ നടക്കുക എന്ന് പറഞ്ഞാൽ അല്ലേ, അവിടുത്തോടൊത്ത്, അവിടുത്തോടൊപ്പം ജീവിക്കുക. പൂർവ്വപിതാവ് ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുത്തെ ഇപ്പം ഞാനത് വീണ്ടും അങ്ങനെ തന്നെ വായിക്കണതാണ്. പക്ഷേ ആ പോയിന്റ് മനസ്സിലായല്ലോ. അവിടുത്തോടൊത്ത്, അവിടുത്തോടൊപ്പം ജീവിക്കുക എന്നതാണ് ആ അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും എന്ന് പറയുമ്പോൾ ആ നടക്കുക എന്ന വാക്കിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും അവിടുന്നുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും. കണ്ടോ, അവിടുന്നുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തതിനാൽ, അദ്ദേഹം ആരാണ് അദ്ദേഹം എന്ന് വെച്ചാൽ ഈ അബ്രഹാം ഒരു നിഗൂഢ അതിഥിയെ തൻ്റെ കൂടാരത്തിൽ സ്വാഗതം ചെയ്യാൻ സന്നദ്ധനാകുന്നു. അതായത് ഉൽപ്പത്തിയുടെ പുസ്തകം അല്ലേ, ഉൽപ്പത്തിയുടെ പുസ്തകം ഒരു സെക്കൻഡ്, അത് അവൻ മാമറയുടെ അല്ലെ മാമറയുടെ ആ മരത്തിന് ചുവട്ടിലിരിക്കുമ്പോഴാണ് എന്ത് ഇത് കണ്ടോ, 18-ാം അധ്യായം. അതായത് കണ്ടോ, ഞാനതൊന്ന് വായിക്കട്ടെ. അതല്ലെങ്കിൽ ഞാൻ ഇത് കണ്ടോ, മാമറയുടെ ഓക്കുമരത്തിന് സമീപം കർത്താവ് അബ്രഹത്തിന് പ്രത്യക്ഷനായി. വെയിൽ മൂത്ത സമയത്ത് അബ്രഹാം തൻ്റെ കൂടാരത്തിൻ്റെ വാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആളുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. 3 ആളുകൾ
അപ്പോൾ ഈ മൂന്നാളുകൾ എന്നൊക്കെ പറയുമ്പോഴേ സഭാപിതാക്കന്മാരെല്ലാം ഇതിനെ വ്യാഖ്യാനിച്ചിരിക്കണത് ഈ മൂന്നാളുകൾ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവുമാകുന്ന പരിശുദ്ധ രാജകീയ ത്രിത്വത്തിൻ്റെ അല്ലേ അതിൻ്റെ ഒരു മുൻ അവതരണമാണ് എന്ത് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു നിഴലാണ് അല്ലേ ഒരു നിഴലി ടിപ്പോളജി അല്ലേ ഒരു നിഴലി പഴയ നിയമത്തിൽ കാണിച്ചു തരികയാണ്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ എല്ലാം അപ്പോൾ നിഗൂഢാതിഥിയെ അബ്രഹാം കൂടാരത്തിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ആ നിഗൂഢാതിഥിയിൽ 3 ആൾക്കാരുണ്ട്. ഈ 3 ആളുകൾ നിൽക്കുന്നത് കണ്ടു എന്നാണ് പറയണേ. അപ്പോൾ ആ 3 ആളുകളെ സഭാപിതാക്കന്മാരെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ അടിസ്ഥാനത്തിൽ എന്താണ് വ്യാഖ്യാനിക്കണത്. അതിന് പല അർത്ഥങ്ങളും ഇതിലൂടെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ അതിൽ ഒരർത്ഥം എന്താണ്? അതിൻ്റെ മെയിൻ കാതലായ അർത്ഥം എന്താണ്? ആ അർത്ഥം ഇതാണ്: 3 ആളുകൾ എന്നുള്ളത് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ ഒരു മുൻ നിഴലായിട്ട് നമ്മൾക്കത് മനസ്സിലാക്കി തരികയാണ്. മനസ്സിലായോ? അപ്പോൾ അതൊരു വേറൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അല്ലെങ്കിൽ ഒരു വിഷയമാണ്. ഇപ്പം നമ്മളത് അത്രയും പറഞ്ഞ് നിർത്തണേണ്. അപ്പം ഇത് കേട്ടോ. ഇനി ഞാൻ അത് 2571 ഞാനത് അത് വായിക്കണേണ്. അപ്പോൾ അദ്ദേഹം ഒരു നിഗൂഢ അതിഥിയെ തൻ്റെ കൂടാരത്തിൽ സ്വാഗതം ചെയ്യാൻ സന്നദ്ധനാകുന്നു. മാമ്രയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സ്തുത്യർഹമായ ആതിഥ്യം കണ്ടോ. സ്തുത്യർഹമായ ആതിഥ്യം യഥാർത്ഥ വാഗ്ദാനപുത്രൻ്റെ ആഗമനത്തെ പറ്റിയുള്ള പ്രഖ്യാപനത്തെ നിഴലിപ്പിക്കുന്നു. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? ഇത് വായിച്ചിട്ട് വല്ലതും മനസ്സിലായോ? പ്രത്യേകിച്ച് പുതിയ ആൾക്കാരോടാണ് ചോദിക്കണേ. പഴയ ആൾക്കാർ പിന്നെ ഇതൊക്കെ നേരത്തെ കേട്ടിട്ടുള്ളതുകൊണ്ട് അവർക്കറിയാം. കണ്ടോ എന്താണത്? മാമ്രയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സ്തുത്യർഹമായ ആതിഥ്യം, അതായത് അബ്രഹാം പ്രകടിപ്പിച്ച സ്തുത്യർഹമായ ആതിഥ്യം യഥാർത്ഥ വാഗ്ദാനപുത്ര. അതായത് അവിടെ വെച്ച് എന്താണ് ഈ 3 ആളുകൾ അബ്രഹത്തിനോട് പറഞ്ഞ്, അടുത്ത വസന്തകാലത്ത് ഞങ്ങൾ വരുമ്പോൾ നിനക്ക് സാറയിലൊരു പുത്രൻ ഉണ്ടായിരിക്കും. മനസ്സിലായോ? ആ വാഗ്ദാനം യഥാർത്ഥ വാഗ്ദാനപുത്രൻ്റെ ആഗമനത്തെ പറ്റിയുള്ള പ്രഖ്യാപനത്തെ നിഴലിപ്പിക്കുന്നു. ഇപ്പം മനസ്സിലായോ? ആ വാഗ്ദാനം യഥാർത്ഥ വാഗ്ദാനപുത്രൻ്റെ ആഗമനത്തിൻ്റെ അല്ലേ, യഥാർത്ഥ വാഗ്ദാനപുത്രൻ്റെ ആഗമനം. അതാരാണ് യഥാർത്ഥ വാഗ്ദാനപുത്രൻ? അതാണ് യേശു, കർത്താവായ യേശു മിശിഹ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു മുൻനിഴലാണ് നിനക്ക് സാറായിലൊരു കുഞ്ഞ് ഞങ്ങളിനടുത്ത വസന്തത്തിൽ വരുമുണ്ടാവും എന്ന് പറയണതിൻ്റെ അതും വലിയൊരു രഹസ്യമാണ് അവിടെ അനാവരണം ചെയ്യണേ. മനസ്സിലായോ? ഇതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പഠിക്കുമ്പോഴുള്ള ഗുണം. എന്നിട്ട് ഇത് ആൾക്കാർക്ക് ആർക്കും വേണ്ടെന്നല്ല, ഭൂരിഭാഗം ആൾക്കാർക്കും വേണ്ട. ഇനി ഈ രഹസ്യം ഇപ്പം ഇതൊക്കെ എവിടെ നിന്ന് ആര് പറഞ്ഞു തരും? നമുക്ക് എവിടെ നിന്ന് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടും? ബൈബിള് മാത്രം വായിച്ചാൽ നമുക്കിത് കിട്ടും? ബൈബിളിൽ നിന്ന് കിട്ടും. പക്ഷെ ബൈബിള് മാത്രം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? ഇപ്പം ഇത് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടോ? അത് പരിശുദ്ധാത്മാവ് തരണം ആ കഴിവ്. അപ്പം ഇപ്പം അത് മനസ്സിലായല്ലോ. മാമ്രയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച സ്തുത്യർഹമായ ആതിഥ്യം യഥാർത്ഥ വാഗ്ദാനപുത്രൻ്റെ ആഗമനത്തെ പറ്റിയുള്ള പ്രഖ്യാപനത്തെ, യഥാർത്ഥ വാഗ്ദാനപുത്രൻ്റെ ആഗമനം, അതാണ് മനുഷ്യാവതാരം. മനസ്സിലായോ? അതാണ് മനുഷ്യാവതാരം. ആ അവതാരത്തിൻ്റെ പ്രഖ്യാപനത്തെ പറ്റിയുള്ള നിഴലാണ് ഈ ഇപ്പം പറഞ്ഞ പ്രഖ്യാപനം. ഏത്? ഈ 3 ആളുകൾ വന്നിട്ട് മാമ്രയുടെ ഓക്കുമരത്തിന് കീഴിലിരുന്ന അബ്രഹാത്തിനോട് പറഞ്ഞ ഈ വാഗ്ദാനം. മനസ്സിലായോ? ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ അല്ലേ, ഇത് പറയുമ്പോൾ തന്നെ നമുക്കൊരു തുടിപ്പ് വരണുണ്ടോ ഇല്ലയോ? എനിക്ക് വരണുണ്ട്. ഞാനിത് കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പം ഇത് നമുക്ക് ആ തുടിപ്പ് നമ്മൾ അനുഭവിക്കുകയാണ്. മനസ്സിലായോ? അതിനുശേഷം ദൈവം തൻ്റെ പദ്ധതി വെളിവാക്കി കഴിഞ്ഞപ്പോൾ, കണ്ടോ, അതിനുശേഷം തൻ്റെ പദ്ധതി വെളിവാക്കി കഴിഞ്ഞപ്പോൾ എന്നൊക്കെ പറയണതിൻ്റെ പൊരുൾ അതിൻ്റെ കോട്ടൊക്കെ എടുത്ത് നമ്മൾ വായിക്കണം. അതെന്താണ് ആ പദ്ധതി വെളിവാക്കിയെന്ന് വെച്ചാൽ, സോദോം ഗൊമോറയെ നശിപ്പിക്കാൻ വേണ്ടി പിതാവായ ദൈവം തീരുമാനമെടുക്കുകയാണ്.
അപ്പം അതെടുക്കുമ്പോൾ അബ്രഹാത്തിനോട് ഇത് വെളിപ്പെടുത്തണ്ടേ എന്ന് ആരാലോചിച്ചു? ദൈവം തന്നെ, കർത്താവ് ആലോചിക്കുകയാണ്. എന്താലോചിച്ചു? ഓ, അവൻ ഇത്രയും എന്നോട് ഒത്തു ജീവിക്കുന്ന ആളാണ് അല്ലേ, അവിടുത്തെ സന്നിധിയിൽ നടക്കുകയും എന്ന് പറഞ്ഞില്ലേ നമ്മൾ വായിച്ചില്ലേ. അപ്പോൾ എന്നോട് ഒത്തു ജീവിക്കുന്ന അവൻ്റെ അടുത്തുനിന്ന് ഈ കാര്യം മറച്ചു വയ്ക്കേണ്ട കാര്യമുണ്ടോ? ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. ആ ഭാഗത്ത് നിങ്ങൾ വായിക്കും, ഇപ്പോൾ വായിക്കണ്ട, നിങ്ങൾക്കത് നോക്കിയാൽ കാണാൻ പറ്റും അല്ലേ, ഇങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ അവിടെ. അപ്പോൾ ഞാൻ മറച്ചു വെക്കുന്നത് അല്ലേ, ദൈവം ചിന്തിക്കുകയാണ്. എന്ത് ചിന്തിച്ചു? ഞാനത് മറച്ചു വയ്ക്കരുത്. ദൈവം തന്നെ തീരുമാനിക്കുകയാണ് അത് മറച്ചു വയ്ക്കണ്ട, അത് വെളിപ്പെടുത്തണം. അങ്ങനെ അബ്രഹാത്തിനോട് വെളിപ്പെടുത്തുകയാണ്, സോദോം ഗൊമോറയെ ഞാൻ നശിപ്പിക്കാൻ പോകുന്നു എന്നുള്ളത്. അതാണ് ആ പറഞ്ഞ. അതിനുശേഷം ദൈവം തൻ്റെ പദ്ധതി വെളിവാക്കി കഴിഞ്ഞപ്പോൾ അബ്രഹാത്തിൻ്റെ ഹൃദയം കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യത്തിന് അനുഗുണമായി ഭവിക്കുന്നു. ശ്രദ്ധിക്കണം, എന്തിനാണ് അതിനുശേഷം? അപ്പം ഈ പദ്ധതി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അബ്രഹാത്തിന് എന്ത് സംഭവിച്ചു? അബ്രഹാത്തിന് തൻ്റെ ഹൃദയം കർത്താവിന് മനുഷ്യരോടുള്ള അനുകമ്പയുണ്ടല്ലോ, ആ കരുണയുണ്ടല്ലോ, കർത്താവിന് മനുഷ്യവംശത്തോടുള്ള കരുണയുണ്ടല്ലോ, ആ കരുണയോട് അനുഗുണമായി വർത്തിക്കാൻ തുടങ്ങി. ആരുടെ ഹൃദയം? അബ്രഹാത്തിൻ്റെ ഹൃദയം. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ ഒരു ഹൃദയമുള്ള ആൾക്കേ മധ്യസ്ഥം വഹിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം വരാനിരിക്കണ യേശു ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒരു മുൻനിഴലല്ലേ അബ്രഹാത്തിൻ്റെയും മധ്യസ്ഥം. മനസ്സിലായോ? അബ്രഹാത്തിൻ്റെ മധ്യസ്ഥം വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒരു മുൻനിഴൽ നമുക്ക് വെളിവാക്കുകയും അല്ലേ. അതിനുശേഷം ദൈവം തൻ്റെ പദ്ധതി വെളിവാക്കി കഴിഞ്ഞപ്പോൾ അബ്രഹാത്തിൻ്റെ ഹൃദയം കർത്താവിന് മനുഷ്യരോടുള്ള കാരുണ്യത്തിന് അനുഗുണമായി ഭവിക്കുന്നു. അവർക്ക് വേണ്ടി ധീരമായ ആത്മവിശ്വാസത്തോടെ മധ്യസ്ഥം വഹിക്കാൻ അദ്ദേഹം ധൈര്യപ്പെടുന്നു. എങ്ങനെയാണ് ധൈര്യപ്പെടുന്നത്? 50 പേരുണ്ടെങ്കിൽ നീ അവരെ നശിപ്പിക്കരുത്. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു 40 പേര്, അത് കഴിഞ്ഞ് 30 പേര് അല്ലേ, അങ്ങനെ എണ്ണം കുറച്ച്. ഇനി ഒരാളുള്ളെങ്കിലോ? ലാസ്റ്റ് അത് നശിപ്പിക്കപ്പെട്ടു. അപ്പം ആരും ഉണ്ടായില്ല എന്ന് വിചാരിക്കണം അല്ലേ. മനസ്സിലായോ? അപ്പം അതിന് വിലപേശനാണ് അബ്രഹാം. വിലപേശുകയായിരുന്നു. എങ്ങനെയാ വിലപേശിയേ? എങ്ങനെയാണ് വിലപേശിയത്? മധ്യസ്ഥം വഹിച്ചുകൊണ്ട്. അപ്പോൾ ആ അബ്രഹാത്തിൻ്റെ മാധ്യസ്ഥം എല്ലാം വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തോടുള്ള പങ്കാളിത്തമാണ്. പക്ഷെ അത് പുതിയ നിയമത്തിൽ സഭയുടെ യുഗത്തിലാകട്ടെ അതിന് മറ്റൊരു ഇതുകൂടി വരും. കാരണം അത് ഈ പറഞ്ഞ ആൾ വന്ന് നിന്നതിന് ശേഷമുള്ള കാര്യമാണ്. മനസ്സിലായോ? സഭയുടെ യുഗം എന്ന് പറയുമ്പോൾ കർത്താവ് ഈശോ മിശിഹാ വന്നതിന് ശേഷമുള്ള അവസ്ഥയാണ്. മനസ്സിലായോ? അബ്രഹാത്തിൻ്റെ സമയത്ത് ആ അവസ്ഥയില്ല. അതിൻ്റെ മുൻ അച്ചാരം, ഒരു മുൻകൂർ അനുഭവം ക്രിസ്തുവിന് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഇനി 2577 അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. 2577 അതിൻ്റെ ഇപ്പുറത്ത് തന്നെ വലതുഭാഗത്ത് തന്നെ ഉണ്ട്, വേറെ മറിക്കൊന്നും വേണ്ടായിരിക്കും. 2577 2577 അത് വായിക്കട്ടെ. വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായുള്ള ഈ ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ, കണ്ടോ ഇപ്പോൾ മോശയുടെ മാധ്യസ്ഥമാണ് ഇപ്പോൾ വന്നത്, കണ്ടോ മോശയുടെ മാധ്യസ്ഥവും അബ്രഹാത്തിൻ്റെ മാധ്യസ്ഥവും എല്ലാം ക്രിസ്തുവിൻ്റെ മധ്യസ്ഥത്തിൻ്റെ ഒരു മുൻനിഴൽ ആണ് നമുക്ക് നൽകുന്നത്. ഒരു നിഴൽ, വരാനിരിക്കുന്നതിൻ്റെ നിഴലാണ് പഴയ നിയമം അല്ലേ. അതാണ് കണ്ടോ, വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായുള്ള ഈ ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിന് വേണ്ട ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത്. ഇവിടെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ മനസ്സിൽ വന്നത്. നമ്മുടെ പേഴ്സണൽ പ്രെയർ ഇല്ലാതെ
നമ്മൾക്ക് ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധവും അടുപ്പവും ഇല്ലാതെ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകരുത് എന്ന് പറയുന്ന അത് വലിയൊരു ആശയമാണ് ഇപ്പോൾ ഉദിച്ചു വരുന്നത്. പക്ഷെ അതൊക്കെ പറയാൻ തുടങ്ങിയ സമയമില്ല, മനസ്സിലായോ? വലിയൊരു ആശയമാണ്. ഈ ഒരു സെൻറ്റൻസിനെ നിങ്ങൾ പിടിച്ചോട്ടോ, ഈ ഗണ്ണികേല ഈ സെൻറ്റൻസിനെ നിങ്ങൾ പിടിച്ചോ. അത് നമുക്ക് പിന്നീട് കൂടുതലായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. എന്താണ്, ഏത് ഗാഢബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മധ്യസ്ഥത്തിന് വേണ്ടിയിട്ടുള്ള ദൗത്യം സ്വീകരിച്ചത്? ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ശക്തി, മധ്യസ്ഥ ദൗത്യം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി സ്വീകരിച്ചത് അതാണ് പേഴ്സണൽ പ്രെയർ, അല്ലെ, വ്യക്തിപരമായ പ്രാർത്ഥന. അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? രാവിലെ എണീറ്റ് കുരിശിൻ്റെ വഴി എത്തിക്കണം, കൊന്ത വെച്ച് പ്രാർത്ഥിക്കണം, അതൊന്നുമല്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിക്കരുത്, കുരിശിൻ്റെ വഴി എത്തിക്കണ്ട, കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കണ്ട, അങ്ങനെയൊന്നുമല്ല. ആദ്യം പേഴ്സണൽ പ്രെയർ ഉണ്ട്, വ്യക്തിപരമായ പ്രാർത്ഥന. അതിന് ശേഷം ഇപ്പോൾ പറഞ്ഞതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് നമുക്ക് പിന്നീട് അത് പറയാം, മനസ്സിലായോ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ നോക്കിയേ, മോശ തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിന് വേണ്ട ശക്തിയും സ്ഥൈര്യവും കണ്ടോ, സ്ഥൈര്യവും സമാഹരിച്ചത് ഈ ഗാഢബന്ധത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരാധനയിൽ ഈശോൻ്റെ അടുത്ത് ആരാധന ചാപ്പലിലൊക്കെ പോയിരിക്കണതും വിശുദ്ധ കുർബാനയിൽ നിന്ന് ഈ ശക്തി സ്വീകരിക്കാവുന്നതാണ്. എന്നിട്ട് പറയണം, അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടിയല്ല, പിന്നെയോ ദൈവം തൻ്റെ സ്വന്തമാക്കി തീർത്ത ജനത്തിന് വേണ്ടിയത്രേ, അതായത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയത്രേ. അമലേക്യരുമായുള്ള യുദ്ധത്തിനിടയിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടിയും മിരിയാമിന് രോഗശാന്തി ലഭിക്കാനുമായി മോശ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മോശയുടെ മധ്യസ്ഥമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണേ, മനസ്സിലായോ? അപ്പോൾ ഈ മോശയുടെ മധ്യസ്ഥവും അബ്രഹാത്തിൻ്റെ മധ്യസ്ഥവും എല്ലാം വരാനിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയുടെ ഒരു മുൻനിഴൽ അവിടെ അവതരിപ്പിക്കുകയാണ്. എന്നാൽ മുഖ്യമായും അവരുടെ വിശ്വാസ നിരാസത്തിന്, അതായത് വിശ്വാസം ത്യജിച്ചതിന് ശേഷമുള്ള, അതപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ആ ജീവിതാവസ്ഥകളൊക്കെ നമുക്കറിയാലോ. സ്വർണം കൊണ്ട് കാളക്കുട്ടി ഉണ്ടാക്കിയതും, അവരുടെ വിശ്വാസ നിരാസത്തിന് ശേഷമാണ് മോശ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിന് മുൻപിൽ അവർക്ക് മറയായി നിന്നത്. കണ്ടോ, ഈ മറയായി നിന്നത്, അതാണ് മധ്യസ്ഥം വഹിക്കുക എന്ന് പറയുന്നത്. മറയായി നിൽക്കുക, ഇടനിലക്കാരനായിട്ട് നിൽക്കുക. പക്ഷെ ഈ വാക്ക് ഇത്തിരി കൂടി ഹൈടെക് വാക്കല്ലേ, എന്തെന്നാണത്? മറയായി നിൽക്കുക, മറ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ കണ്ടോ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ ആരുടെ? മോശയുടെ. ഇവിടെ നിങ്ങൊന്ന് നോക്കിയേ, ശ്രദ്ധിച്ചേ, യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ വാദമുഖം എന്താ? യേശുവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ വാദമുഖങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഈശോ പറയും, ഇത് കണ്ടോ പിതാവേ, ഇത് കണ്ടോ, ഇതെല്ലാം കണ്ടോ 5 തിരുമുറിവുകൾ കാണിച്ചുകൊണ്ട്. എന്താണ് 5 തിരുമുറിവുകളാണ് അല്ലേ? ഇതൊക്കെ ഞാൻ അനുഭവിച്ചത് ഇവർക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? ഈ മനുഷ്യവംശം മുഴുവനും വേണ്ടിയാണ്. മാമോദീസ സ്വീകരിച്ചവർക്ക് വേണ്ടി മാത്രമാണോ? ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമാണോ? അല്ലെ യഹൂദർക്ക് വേണ്ടി മാത്രമായിരുന്നു? അല്ല 12 അപ്പസ്തോലന്മാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല, മനുഷ്യവംശം മുഴുവനും വേണ്ടിയാണ് ഞാൻ ഈ 5 തിരുമുറിവുകൾ എൻ്റെ ശരീരത്തിലേറ്റത്. അത് കാണിച്ചിട്ടാണ് പിതാവിനോട് ആര് മധ്യസ്ഥം വഹിക്കുന്നത്? സാക്ഷാൽ യേശു ക്രിസ്തു മധ്യസ്ഥം വഹിക്കുന്നത്. നിത്യപുരോഹിതനായ, നിത്യനായ, ദൈവം തന്നെയായ പുത്രൻ തമ്പുരാൻ. മനസ്സിലായോ? ഓരോ പോയിന്റ് ഇങ്ങനെ വരികയാണ്. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ പറഞ്ഞ വാദമുഖങ്ങൾ ആരുടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ വായിക്കണത് മോശയുടെ കാര്യമാണ് പറയണത്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് യേശുവിൻ്റെ കാര്യം, യേശു എന്തെന്ന് പറഞ്ഞിട്ടാണ് മധ്യസ്ഥം പ്രാർത്ഥിക്കുക. മനസ്സിലായോ? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ എന്തെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരു തരം നിഗൂഢാത്മക പോരാട്ടമാണ്. കണ്ടോ? എന്തെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരു തരം നിഗൂഢാത്മകമായ പോരാട്ടമാണ്. അതിന് ശക്തി, എന്താ കാര്യം? അതിന് ശക്തി കൂടുതൽ വേണം. നിഗൂഢാത്മകമായ പോരാട്ടമാണത്, ശക്തി കൂടുതൽ വേണം. മനസ്സിലായോ?
അപ്പോൾ പേഴ്സണൽ പ്രെയർ ഇല്ലാതെ നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് നമുക്കത്ര അത് നമ്മൾക്ക് ശക്തി ഉണ്ടാവില്ല പ്രാർത്ഥിക്കാൻ. മനസ്സിലായോ? യഥാർത്ഥ മധ്യസ്ഥ പ്രാർത്ഥനയാണെങ്കിൽ അത് ശക്തിയില്ലാണ്ട് വരും. മനസ്സിലായോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ എന്തെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരു തരം നിഗൂഢാത്മകമായ പോരാട്ടമാണ്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ, എന്നിട്ട് ബ്രാക്കറ്റിലാണ് കേട്ടോ ഇത് ഇട്ടേക്കണേ, എന്തെന്നാൽ മധ്യസ്ഥ പ്രാർത്ഥന ഒരു തരം നിഗൂഢാത്മക പോരാട്ടമാണ്. അപ്പോൾ മറ്റേ ഇത് ഞാൻ ചേർത്ത് വായിക്കാൻ പോണം. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ പിൽക്കാലത്ത് യഹൂദ ജനതയുടെ ഇടയിലും, ശ്രദ്ധിക്കണം കേട്ടോ, അദ്ദേഹത്തിൻ്റെ അതായത് മോശയുടെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങൾ പിൽക്കാലത്ത്, അതായത് പിന്നീട് യഹൂദ ജനതയുടെ ഇടയിലും സഭാ സമൂഹത്തിലും, അതായത് സഭയുടെ യുഗത്തിലും മഹാന്മാരായ മധ്യസ്ഥരുടെ ധൈര്യത്തിന് പ്രചോദനം നൽകും. ആരുടെ പ്രാർത്ഥനയിലെ വാദമുഖങ്ങളാ? മോശയുടെ. മനസ്സിലായോ? ദൈവം സ്നേഹമാകുന്നു, നീതിമാനും വിശ്വസ്തനുമാകുന്നു. അവിടത്തേക്ക് സ്വയം നിഷേധിക്കാനാവില്ല. തൻ്റെ അത്ഭുതകരമായ പ്രവർത്തികൾ അവിടുന്ന് അനുസ്മരിക്കും. അത് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രശ്നമാണ്. കണ്ടോ? അത് അവിടുത്തെ മഹത്വത്തിൻ്റെ പ്രശ്നമാണ്. തൻ്റെ നാമം പേറുന്ന ജനത്തെ പരിത്യജിക്കുക അവിടത്തേക്ക് സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഇത്രയുമാണ് നമ്മൾ 2635 ആ ഖണ്ഡികയും 2571 2577 സൈഡ് ഖണ്ഡിക. അപ്പോൾ ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത്. ഇതിപ്പോൾ ഇന്ന് അപ്പോൾ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. 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 താങ്ക് യു ലോർഡ്. പ്രൈസ് യു ലോർഡ്. പ്രൈസ് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരും പോകല്ലേ, കട്ട് ചെയ്തേ.